ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നോക്കുന്നതിന് വേണ്ടി ഒന്നാം ഘട്ടത്തിൽ നടന്ന സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ നിർബന്ധമായിട്ടും ഇത് മുഴുവനായിട്ട് കണ്ട് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. ഇത് നോക്കിക്കേ, ഇങ്ങനെയാണ് വൃക്കയെക്കുറിച്ച് നമ്മൾ SCRT കൊടുത്തിട്ടുള്ളത്. വൃക്കാധമനി, വൃക്കാസിര, പെൽവിസ്, മൂത്രവാഹി, മൂത്രാശയം, മൂത്രനാളി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഇവിടെ വൃക്കാസിരയും വൃക്കാധമനിയും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചോദ്യം ഇതാണ്. അപ്പോൾ നോക്കാം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഉയർന്ന മർദ്ദമുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ് കേട്ടോ. മഹാധമനിയുടെ ശാഖയാണ് വൃക്കാധമനി. ഉയർന്ന മർദ്ദമുള്ള രക്തം വൃക്കകളിൽ എത്തുന്നത് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ്. ഓക്കെ. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തുന്നത് വൃക്കാസിര വഴിയാണ്. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തുന്നത് വൃക്കാസിര വഴിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം കണ്ടു. അടുത്തത്, നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ആണോ? അല്ല അല്ലേ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. നിശാന്തതയുടെ കാരണം എന്താണ്? അതും വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 3ഉം 4ഉം ശരി. നോക്കാം അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട ചില SCRT സ്റ്റേറ്റ്മെന്റ്സ്. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ SCRT കൊടുത്തിട്ടുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്. കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വൈറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന് അറിയാമല്ലോ. റെറ്റിനാൽ എന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ് രൂപം കൊള്ളുന്നു. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്തത എന്നറിയപ്പെടുന്നു. നിശാന്തത എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ കുറവാണ്. അതായത് റെറ്റിനാലിന്റെ കുറവ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവിൽ കുറവ് വരികയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് നിശാന്തത ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പോയിന്റ്സും ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി പോകുന്ന അവസ്ഥ എന്താണ്? അതാണ് സിറോഫ്താൽമിയ. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ സിറോഫ്താൽമിയാണ്. അതിന് കാരണം വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമാണ്. ഓക്കെ, ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്ന അസുഖമാണ്. അടുത്തത് വർണ്ണാന്ധതയാണ്, അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. വർണ്ണാന്ധത. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോശങ്ങൾ റെറ്റിനയിലുണ്ടല്ലോ.
കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. അപ്പോൾ കോൺ കോശങ്ങൾ, റെറ്റിനയിലെ കോൺ കോശങ്ങളിൽ ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള കോൺ കോശങ്ങളുണ്ട്. റെറ്റിനയിൽ കോൺ കോശങ്ങളുണ്ട്. ആ കോൺ കോശങ്ങൾ കാരണം ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. എന്താണ് കാരണം? കോൺ കോശങ്ങളുടെ തകരാറാണ്. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. അടുത്തത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ നമുക്ക് ശരിയായിട്ട് തന്ന സ്റ്റേറ്റ്മെന്റിൽ ഒന്നാണ് ഗ്ലോക്കോമ. അതുപോലെ തിമിരവും ശരിയായിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. നോക്കാം. ഗ്ലോക്കോമ. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ഏതാണ്? അതാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹികൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു. ലേസർ ശസ്ത്രക്രിയയിലൂടെ ഈ അവസ്ഥ പരിഹരിക്കാവുന്നതാണ്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് ഏതാണ്? അക്വസ് ദ്രവം. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹികൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗം ഏതാണ്? അതാണ് ഗ്ലോക്കോമ. ഇനി തിമിരം. തിമിരം എന്താണ്? കാറ്ററാക്ട് എന്നറിയപ്പെടുന്നു. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം എന്നത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരം. കണ്ണിലെ ലെൻസ് അതാര്യമായി പോകുന്ന അവസ്ഥ എന്താണ്? അതാണ് തിമിരം. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥ തിമിരം. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലോക്കോമ. ഓക്കെ. അടുത്ത ചോദ്യം. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. നോക്കാം. SCERT-യിൽ ഇതാ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് എന്ത്? ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷീസുകളുടെ വൈവിധ്യം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജനിതക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നീ തലങ്ങൾ ഉൾപ്പെടും. ജൈവ വൈവിധ്യത്തിലാണ് ഈ 3 വൈവിധ്യങ്ങളും ഉൾപ്പെടുന്നത്. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൻ ആണ്. വാൾട്ടർ ജി റോസൻ ആണ് എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് എന്താ? ജീവവൈവിധ്യം. ജീവവൈവിധ്യം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് 1985 അത് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വാൾട്ടർ ജി റോസൺ എന്ന ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ നമുക്ക് SCERT-ൽ തന്നിട്ടുള്ള മറ്റ് ചില ശാസ്ത്രജ്ഞന്മാരും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതാ വർഗീകരണ ശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള അറിവ് പരിമിതമായിരുന്നു. മൊണീറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. തുടർന്ന് മൊണീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നീ 2 കിങ്ഡങ്ങളാക്കി. കൂടാതെ കിങ്ഡത്തിന് മുകളിലായി ഡൊമെയിൻ എന്നൊരു വർഗീകരണം കൂടി കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വൗസ് ആണ്. കാൾ വൗസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ വൗസ് ആണ്. ഇദ്ദേഹമാണ് കാൾ വൗസ്. അടുത്തത് നോക്കാം.
ഇത് ഇവിടെ തന്നിരിക്കുന്നത്. വർഗീകരണ ശാസ്ത്രത്തിന്റെ നാൾ വഴിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞന്മാർ. ഒന്നാമതായിട്ട് അരിസ്റ്റോട്ടിലാണ്. ഗ്രീസിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനാണ് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. തിയോഫ്രാറ്റസ് ആണ് അടുത്തത്. ഗ്രീസിൽ നിന്നുള്ള ആളാണ് തിയോഫ്രാറ്റസ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? തിയോഫ്രാറ്റസ് ആണ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. തിയോഫ്രാറ്റസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ചരകൻ. ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞൻ. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചരകനാണ്. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. ചരക സംഹിത രചിച്ചത് ആരാണ്? ചരകനാണ്. ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. ജോൺ ഡ്രേ 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. പുസ്തകം എന്താണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ റേ ആണ് കേട്ടോ. ജോൺ റേ ആണ്. നമ്മളോടിപ്പോൾ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് സ്പീഷീസ് എന്ന പദം ആദ്യമായി ആരുപയോഗിച്ചു എന്നാണ്. അടുത്തത് കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചത് കാൾ ലിനേയസ് ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസ്. അടുത്തത് കൂടുതൽ ശരിയിലേക്ക്. മുൻപ് നിലവിലുണ്ടായിരുന്ന 2 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ പ്ലാന്റ് അതുപോലെ അനിമേലിയെ സസ്യലോകമെന്നും ജന്തുലോകമെന്നും 2 വലിയ വിഭാഗങ്ങളായാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ജീവലോകത്തെ വൈവിധ്യത്തെക്കുറിച്ച് പിന്നീട് നേടിയ അറിവുകളുടെ വെളിച്ചത്തിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? അത് കാൾ വൗസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളിവിടെ അരിസ്റ്റോട്ടലിനെ കണ്ടു, തിയോക്രാറ്റസിനെ കണ്ടു, ചരകനെ കണ്ടു, ജോൺ ഡ്രേ, കാൾ ലിനേയസ്. പിന്നീട് ഇതാ റോബർട്ട് എച്ച് വിറ്റാക്കർ അതുപോലെ കാൾ വൗസ് എന്ന ശാസ്ത്രജ്ഞനെയും കണ്ടു. അടുത്ത ചോദ്യം നോക്കാം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസെൻഡ. നോക്കാം. ഇതാ ഇവിടെ പ്ലാസെൻഡ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വായിക്കാം. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെൻഡ എന്നത്. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? പ്ലാസെൻഡ എന്നാണ്. ഭ്രൂണകലകളും ഗർഭാശയ കലകളും ചേർന്നാണ് പ്ലാസെൻഡ രൂപപ്പെടുന്നത്. ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾക്കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലാസെൻഡ സഹായിക്കുന്നു. കണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് വന്നത് എങ്ങനെയാണെന്ന് ഹൈലൈറ്റ് പോലും ചെയ്യപ്പെടാത്ത ഒരു ഭാഗമാണ്. ഓക്കെ, ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൾക്കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലാസെൻഡ സഹായിക്കുന്നു. വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അമ്നിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഈ ആവരണത്തിനുള്ളിലെ അമ്നിയോട്ടിക് ദ്രവം ഗർഭസ്ഥ ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു.
വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശത്തിൽ നിന്ന് രൂപപ്പെടുന്ന അമ്നിയോൺ എന്ന ആവരണത്തിനകത്താണ് കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. ഈ ആവരണത്തിനുള്ളിലുള്ള ദ്രവമാണ് എന്ത്? അമ്നിയോട്ടിക് ദ്രവം. ഗർഭസ്ഥ ശിശുവിന്റെ നിർജ്ജലീകരണം തടയുകയും ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണ്? അത് അമ്നിയോട്ടിക് ദ്രവമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. റൈബോസോം അല്ല, മൈറ്റോകോൺട്രിയയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് കണ്ടോ, പാർഷ്യലി ആണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചാണ്, രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയയിൽ വെച്ചും നടക്കുന്നു. ആദ്യഘട്ടത്തിന്റെ പേര് ഗ്ലൈക്കോളിസിസ് എന്ന് തന്നെയാണ്, കറക്റ്റാണ്. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമല്ല, ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി 2 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്, 28 അല്ല, 2 ATP തന്മാത്രകളാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായി മാറുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു. അപ്പം 4 മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നോക്കാം. കോശശ്വസനം ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലൈക്കോളിസിസ്, അതുപോലെ ക്രബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്ലൈക്കോളിസിസ് എന്നാണ്. കോശദ്രവ്യത്തിൽ നടക്കുന്നു. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിലാണ്. ഇത് ഓരോന്നും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം ഗ്ലൈക്കോളിസിസ് ആണ്. കോശദ്രവ്യത്തിൽ നടക്കുന്നു. ഒന്നാം ഘട്ടം കോശദ്രവ്യത്തിൽ നടക്കുന്നു. ഓക്സിജൻ ആവശ്യമില്ല, ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. അപ്പോൾ ഗ്ലൈക്കോളിസിസ് കണ്ടല്ലോ. ഇനി രണ്ടാം ഘട്ടം നോക്കാം. ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി. കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ക്രബ്സ് സൈക്കിൾ. കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടം മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നു. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന കോശശ്വസനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ക്രബ്സ് സൈക്കിൾ എന്നത്. ഓക്സിജൻ ആവശ്യമാണ്. ക്രബ്സ് സൈക്കിളിന് ഓക്സിജൻ ആവശ്യമാണ്, എന്നാൽ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമല്ല. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു എന്ന് കണ്ടു. ഇതാ ഇവിടെ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡായിട്ടും ജലവുമായിട്ടാണ് പൈറൂവിക് ആസിഡ് മാറുന്നത്. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ക്രബ്സ് സൈക്കിളിലാണ് 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു എന്ന് പറയുന്നത്. പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ക്രബ്സ് സൈക്കിൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ കോശശ്വസനത്തിന്റെ 2 ഭാഗങ്ങളാണ്. അപ്പൊ കോശശ്വസനം എന്താ നോക്കാം. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനം കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. ഗ്ലൈക്കോളിസിസ് കണ്ടു, ക്രബ്സ് പരിവൃത്തി കണ്ടു. ഓരോ സ്റ്റേറ്റ്മെന്റും പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത്, വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത്? വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ കണ്ണിലാണ് കാണപ്പെടുന്നത്. കണ്ണ് നോക്കൂ. കണ്ണിലെ ദ്രവങ്ങൾ, കണ്ണിലെ പ്രധാനപ്പെട്ട 2 ദ്രവങ്ങളാണുള്ളത്, നമുക്ക് പഠിക്കാനുണ്ട്. അക്വസ് ദ്രവവും അതുപോലെ വിട്രിയസ് ദ്രവവും. അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും കാണപ്പെടുന്നത് കണ്ണിലാണ്. അക്വസ് ദ്രവം നോക്കാം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. എവിടെയാണ് കാണപ്പെടുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ്. അക്വസ് അറയിൽ കാണപ്പെടുന്നു. ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവമാണ് കേട്ടോ. അക്വസ് ദ്രവം. ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. അക്വസ് ദ്രവം കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്നു. അക്വസ് ദ്രവത്തിൽ നിറഞ്ഞിരിക്കുന്നു. ജലം പോലുള്ള ദ്രവമാണ്. രക്തത്തിൽ നിന്ന്
നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. ഓക്കെ ആണല്ലോ. വിട്രിയസ് ദ്രവം നോക്കാം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് കാണപ്പെടുന്നത്. വിട്രിയസ് അറയിലാണ് കാണപ്പെടുന്നത്. ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. ഓക്കെ ആണോ? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന കണ്ണിലെ ദ്രവം ഏതാണ്? അത് വിട്രിയസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവം. അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. സസ്യകലകൾ നോക്കാം. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ എന്നിവയാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലകൾ ഏതാണ്? പാരൻ കൈമയാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകല പാരൻ കൈമയാണ്. അടുത്തത് കോളൻ കൈമ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകല ഏതാണ്? കോളൻ കൈമയാണ്. അടുത്തത് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സ്ക്ലീറൻ കൈമയുമാണ്. ഇനി നമുക്ക് സൈലവും ഫ്ലോയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. സംവഹന കലകളാണ് സൈലവും ഫ്ലോയവും. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ ഇവ സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നു. കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലെങ്കിൽ സങ്കീർണ കലകൾ എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിലുള്ള 2 തരം സങ്കീർണ കലകളാണ് ഏതൊക്കെ? സൈലവും ഫ്ലോയവും. നോക്കാം. സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. നോക്കിയതാണ് സൈലം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നതാണ് സൈലം. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. ദൃഢമായ ഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. സംവഹന കലയാണ് സൈലം എന്നത്. ഇനി ഫ്ലോയം. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് ഫ്ലോയത്തിന്റെ ധർമ്മം. ഫ്ലോയമാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് സൈലവുമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള
ചെറുകുടലിനകത്തെ പോഷകാഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. ലഘുപോഷകങ്ങളുടെ ആഗിരണം 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശീ നിർമ്മിതവുമാണ് ചെറുകുടൽ. ഇതിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. ഓക്കെ ആണോ? 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശീ നിർമ്മിതവുമാണ് എന്ത്? ചെറുകുടൽ. ഇതിന്റെ ആദ്യ ഭാഗം എന്താണ്? പക്വാശയമാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗം. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും ഏറെ സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. കണ്ടോ, ഇതുപോലെ ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. ഇവയാണ് വില്ലസുകൾ. ഇതാണ് വില്ലസുകൾ. ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. വില്ലസിന്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറുകുടലിലെ വില്ലസുകളാണ് ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വില്ലസ് നോക്കാം. ഇതാണ് വില്ലസ്. ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളാണ് വില്ലസുള്ളത്. ഇതിവിടെ കൊടുത്തിട്ടുള്ള ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങൾ. എന്താണ് അതിൻ്റെ ധർമ്മം? പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ. അടുത്തത് രക്തലോമികകൾ. ഒരു ധമനീശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. രക്തലോമികകൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അടുത്തത് ലാക്ടിയൽ ആണ്. ഇവിടെ കൊടുത്തിട്ട് ഇതാണ് ലാക്ടിയൽ. ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാക്ടിയൽ. എന്താണ്? ലാക്ടിയൽ ആണ്. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. ലാക്ടിയൽ എന്താണ് ചെയ്യുന്നത്? ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. ലാക്ടിയൽ ലിംഫ് വാഹിയുടെ ഒരു ശാഖയാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളിൽ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? വിഭാഗമാണ് മൊണീറ. ഇതിവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ 5 കിങ്ഡം ആയിട്ട് വേർതിരിച്ച സസ്യശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. അപ്പോൾ അദ്ദേഹം 5 കിങ്ഡങ്ങളാക്കിയിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. 1 മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഇവ 5 എണ്ണമാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ കണ്ടെത്തിയ 5 കിങ്ഡം വർഗീകരണം. അപ്പോൾ അതിലാണ് മൊണീറ ഉൾപ്പെടുന്നത്. നോക്കൂ, മൊണീറ ഉൾപ്പെടുന്ന ചില ജീവികളാണ് ബാക്ടീരിയ. അവയുടെ സവിശേഷത ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊണീറ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. മൊണീറ ബാക്ടീരിയ ആണ് ഉൾപ്പെടുന്ന ജീവികൾ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊണീറകൾ. പ്രോട്ടിസ്റ്റ അമീബ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ് അമീബ. ന്യൂക്ലിയസോടുകൂടിയ ഏകകോശ ജീവികളാണ് പ്രോട്ടിസ്റ്റയിലുള്ളത്. ഇനി ഫംഗൈ ആണ്, അല്ലെങ്കിൽ ഫംജൈ കുമിളുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംജൈ എന്ന് പറയുന്നത്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികളാണ് ഫംജൈയിൽ ഉൾപ്പെടുന്നത്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഫംജൈയിൽ ഉൾപ്പെടുന്നു. പ്ലാന്റ് സസ്യങ്ങളെയാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തവയുമായ ബഹുകോശ ജീവികളാണ് പ്ലാന്റയിൽ വരുന്നത്. ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ഏതാണ്? അതാണ് പ്ലാന്റ്.
അനിമേലിയ ജന്തു വിഭാഗമാണ്, ജന്തുക്കളാണ് അനിമേലിയയിൽ ഉൾപ്പെടുന്നത്. പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികളാണ്. അനിമേലിയ ജന്തുക്കളാണ്, ജന്തുക്കൾ സഞ്ചരിക്കുമല്ലോ, സസ്യങ്ങൾ സഞ്ചരിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഓർക്കാൻ എളുപ്പമുണ്ട്. അനിമേലിയ പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികൾ. അടുത്ത ചോദ്യം നോക്കാം. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം എന്നത് ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിനാണ് കേട്ടോ, സൊമാറ്റോട്രോപ്പിൻ. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻഡിസം എന്ന് പറയുന്നത്. എന്നാൽ വളർച്ചാ കാലഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞാൽ, അതായത് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഡ്വാർഫിസം സംഭവിക്കുന്നു. വളർച്ചാഘട്ടത്തിനു ശേഷം സൊമാറ്റോട്രോഫിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകാം. ഇതാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. ഇത് അക്രോമെഗലി ബാധിച്ച ഒരാളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാമനത്വവും ഭീമാകാരത്വവും ഇവിടെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. പിക്ചർ നോക്കാം. സൊമാറ്റോട്രോപ്പിനാണ് ഇതിനെല്ലാത്തിനും കാരണം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുമ്പോൾ ഭീമാകാരത്വം ഉണ്ടാകുന്നു. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുമ്പോൾ വാമനത്വം ഉണ്ടാകുന്നു. ഇനി വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകാം. അതാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. അപ്പോൾ അവ മൂന്നും നമ്മൾ കണ്ടു. അടുത്തത് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. നോക്കൂ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷം അളന്നത് ആരാണ്? ടോറിസെല്ലി. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്നത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി 1608 ഒക്ടോബർ 15 ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമായിരുന്നു. 1641 ഗലീലിയോയോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി ഫ്ലോറൻസിലേക്ക് പോയി. ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിന്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചു. അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നത് എന്നും കണ്ടെത്തി. ഇതനുസരിച്ച് 1644 അദ്ദേഹം ബാരോമീറ്റർ നിർമ്മിച്ചു. 1644 ടോറിസെല്ലി ബാരോമീറ്റർ നിർമ്മിക്കുന്നത്. 1644 ബാരോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടിയിട്ട്. ബാരോമീറ്റർ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ലാക്ടോമീറ്റർ, തെർമോമീറ്റർ, ഹൈഡ്രോമീറ്റർ എന്നിവയെ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ലാക്ടോമീറ്റർ എന്നാൽ പാലിൻ്റെ ശുദ്ധത അല്ലെങ്കിൽ പാലിൻ്റെ സാന്ദ്രത അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോ എന്നാൽ പാല് എന്ന അർത്ഥം വരുന്നുണ്ട്. തെർമോമീറ്റർ എന്താണ്? തെർമോമീറ്റർ അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ വ്യതിയാനങ്ങളെ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോ മീൻസ് ചൂട് എന്നാണ്, മീറ്റർ അളക്കുന്നതിനുള്ള ഒരു ഉപകരണവുമാണ്. ഇനി ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോ എന്താണ്? ഹൈഡ്രോ എന്ന വേർഡ് തന്നെ, റൂട്ട് വേർഡ് തന്നെ ജലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്നാൽ ജലത്തിൻ്റെ സാന്ദ്രത അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഇവയെല്ലാം തന്നെ ജെ തോംസന്റെ സംഭാവനകളാണ്. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയതും ജെ തോംസൺ ആണ്. എന്നാൽ ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നോക്കാം. ന്യൂട്രോൺ
ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക്ക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണങ്ങൾക്ക് ന്യൂട്രോൺ എന്ന പേര് നൽകി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണങ്ങൾക്ക് ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പൊ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ. 1932 അദ്ദേഹം ഈ ന്യൂട്രോണിനെ കണ്ടെത്തുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ജെ തോംസണെ കുറിച്ച് പറഞ്ഞത് കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ അപ്പോൾ നോക്കൂ, നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ജെ തോംസൺ കണ്ടെത്തി. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? അത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു എന്നതാണ്. യാന്ത്രികോർജം ആ ഒരു ടോപ്പിക് വന്ന ഭാഗം ഇതാ കൃത്യമായിട്ട് SRTയിൽ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉപകരണങ്ങളും ഊർജ പരിവർത്തനവും എന്നാണ് കൊടുത്തിട്ടുള്ളത്. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുതോർജമാക്കുന്നു. ഫാൻ എന്താണ് ചെയ്യുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജമാക്കുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നു. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും മാറുന്നു. വൈദ്യുത ജനറേറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഫാനിൽ നേരെ തിരിച്ച് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജം താപോർജമായിട്ട് മാറുന്നു. ഇസ്തിരിപ്പെട്ടി ചൂടാവുന്നല്ലോ, വൈദ്യുതോർജം താപോർജമാകുന്നു. വൈദ്യുത ബൾബില് വൈദ്യുതോർജം പ്രകാശോർജമായിട്ടും മാറുന്നു. അപ്പം ഇത് രണ്ടും കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എളുപ്പമാണ് പഠിക്കാൻ, അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ഫാനിൽ വൈദ്യുതോർജം യാന്ത്രികോർജവുമായിട്ട് മാറുന്നു. അടുത്തത് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? അത് സമ്പുഷ്ട യുറേനിയം. നമ്മൾ കഴിഞ്ഞ ദിവസം കെമിസ്ട്രി സെഷനിൽ പഠിച്ചതാണ് ഓരോ ഐസോടോപ്പും അതിൻ്റെ ഉപയോഗങ്ങളെന്ന്. നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം. ഐസോടോപ്പുകളും ഉപയോഗങ്ങളും ഇതവിടെ ബോക്സ് ആയിട്ട് തന്നെ SRTയിൽ കൊടുത്തിട്ടുണ്ട്. അയഡിൻ 131 ഐസോടോപ്പിന്റെ ഉപയോഗം എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. അയഡിൻ 131 തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. യുറേനിയം 235 യുറേനിയത്തിന്റെ ഐസോടോപ്പായിട്ടുള്ള 235 ഉപയോഗിക്കുന്നത് എവിടെയാണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോടോപ്പ് ഏതാണ്? യുറേനിയം 235 ആണ്. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. അടുത്തത് സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിനാണ് സോഡിയം 24 ഉപയോഗിക്കുന്നത്. വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തൽ. അനീമിയ നിർണ്ണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? അയണിന്റെ 59 അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ്. അപ്പം നമ്മുടെ ചോദ്യം കണ്ടല്ലോ, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം ആണ്. ഇനി ലീച്ചിങ് എന്ന സാന്ദ്രണ രീതിക്ക് ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് ആണ് ലീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് അലുമിനിയത്തിന്റെ അയിരാണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതിക്ക് ഉപയോഗിക്കുന്നത് അലുമിനിയത്തിന്റെ അയിരാണ്. ഇത് ലീച്ചിങ് നമ്മൾ പഠിക്കുകയാണ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു.
ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അലുമിനിയത്തിന്റെ അയിരാണ്, ഏതാണത്? ബോക്സൈറ്റ് ആണ് സാന്ദ്രണം ലീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ബോക്സൈറ്റ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് മറ്റു ചില ലോഹങ്ങളും അതിൻ്റെ അയിരുകളും കൂടി ഒന്ന് നോക്കാം. ലോഹങ്ങളും അയിരുകളും രാസസൂത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലോഹങ്ങളും അയിരുകളും പഠിക്കാം. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ. അടുത്തത് അയേൺ ആണ്. അയേണിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് അയേണിന്റെ അയിരുകൾ. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇനി കോപ്പറാണ്. കോപ്പറിന്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും കോപ്പറിന്റെ അയിരുകളാണ്. ഇവ പേരിനോട് സാമ്യമുള്ളതാണ് അല്ലേ. ഇനി സിങ്ക് ബ്ലെൻഡും കലാമിൻ നേരത്തെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് സിങ്ക് ലോഹത്തിന്റെ അയിരുകൾ. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, അയണിന്റെ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്സ്. സിങ്ക് ബ്ലെൻഡും കലാമിനും. അടുത്തത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഏത്? ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇതവിടെ SRTയിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഐസോബാറുകൾ എന്നാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും. ഐസോബാറുകളും ഐസോടോണുകളും കൂടി അവയോട് ചേർത്ത് തന്നെ SRTയിൽ ഇത് ഇപ്രകാരം കൂടെ കൊടുത്തിട്ടുണ്ട്. ഐസോബാറുകളും ഐസോടോണുകളും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളുമുണ്ട്. ഇവ ഐസോബാറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഐസോബാറിന് ഉദാഹരണമാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്നും അറിയപ്പെടുന്നു. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോടോണുകളാണ്. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്നും അറിയപ്പെടുന്നു. ഐസോടോണിന്റെ ഉദാഹരണമാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഐസോബാറുകളും ഐസോടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഐസോബാറുകളും ഐസോടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. അടുത്ത ചോദ്യം, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാവും. വസ്തുവിന്റെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഇരട്ടിയാവുകയാണെങ്കിൽ കൈനറ്റിക് എനർജി 4 മടങ്ങാവും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം 4 മടങ്ങ് വർദ്ധിക്കും. എത്ര മടങ്ങാണ്? 4 മടങ്ങ് വർദ്ധിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജം 4 മടങ്ങ് വർദ്ധിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയും മാസ് പകുതിയാവുകയും ചെയ്താൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഇരട്ടിയാവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പ്രവേഗം മാത്രമാണ് ഇവിടെ പറയുന്നത്. പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ ഗതികോർജം 4 മടങ്ങാവും. എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയും മാസ് പകുതിയാക്കുകയും ചെയ്താൽ ഗതികോർജം എന്ത് സംഭവിക്കും? ഇരട്ടിയാവുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു വ്യത്യാസം അറിഞ്ഞിരിക്കുക. അടുത്തത്, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. വേഗമാണ് ഈ കൂട്ടത്തിൽപ്പെടാത്തത്. എന്തുകൊണ്ടാണ് നോക്കാം. എന്താണ് വേഗം വേഗം പ്രവേഗം എന്ന് നമുക്ക് ആദ്യം നോക്കാം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചാൽ ആ വസ്തുവിന്റെ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം.
പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം. യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാനെടുത്ത സമയം തന്നെയാണ് ഉപയോഗിക്കേണ്ടതും. അപ്പോൾ നമ്മളിവിടെ വേഗം കണ്ടു, പ്രവേഗം കണ്ടു, സ്ഥാനാന്തരവും കണ്ടു. ഇനി നമുക്ക് ത്വരണം കൂടിയാണ് നോക്കാനുള്ളത്. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന ആശയം, ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ഗലീലിയോ ഗലീലി. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് എന്ത്? ത്വരണം. ത്വരണം ഒരു സദിശ അളവാണ്. സദിശ അളവാണ്. ത്വരണം എന്നത് ഒരു സദിശ അളവാണ്. നമ്മൾ വേഗം കണ്ടിരുന്നു. എന്താണ്? യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് സ്ഥാനാന്തരം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ വ്യത്യാസം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സദിശ അദിശ അളവുകൾ എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്താണ് സദിശ അളവുകൾ അല്ലെങ്കിൽ അദിശ അളവുകൾ? ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളാണ് ഈ സദിശ അളവുകൾ എന്ന് പറയുന്നത്. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളാണ്. ദിശ പറയേണ്ട കാര്യമില്ല. വേഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ദിശ പ്രസ്താവിക്കേണ്ടതല്ലാത്ത ഭൗതിക അളവുകളാണ് അദിശ അളവുകൾ. അദിശ അളവുകൾക്ക് ഉദാഹരണങ്ങളിൽ പെടുന്ന ഒരാളാണ് വേഗം എന്ന് പറയുന്നത്. ദൂരം, സമയം, പിണ്ഡം, വിസ്തീർണം, വേഗം ഇവയെല്ലാം തന്നെ അദിശ അളവുകളാണ്. ഇവയുടെ ദിശ പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, അതുപോലെ ബലം ഇവയെല്ലാം തന്നെ സദിശ അളവുകളാണ് അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് പരിണാമത്തോടൊപ്പം തന്നെ ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ദിശ കൂടി മെൻഷൻ ചെയ്യേണ്ടവയാണ് ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം. എന്നാൽ വേഗത്തിന് ദിശ പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ വേഗം എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. ഐസോപ്രീൻ നോക്കാം. റബ്ബർ ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമർ ആണ് റബ്ബർ. ഇലാസ്തിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറിന് ഉദാഹരണമാണ് എന്ത്? റബ്ബർ. റബ്ബർ മരത്തിൽ നിന്നെടുക്കുന്ന റബ്ബർ പാലിൽ അതായത് ലാറ്റക്സിൽ നിന്നാണ് റബ്ബർ വേർതിരിച്ചെടുക്കുന്നത്. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് റബ്ബർ. ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നുണ്ടായിട്ടുള്ള പോളിമറാണ് എന്ത്? റബ്ബർ. റബ്ബറിന്റെ സ്വഭാവങ്ങൾ ഉള്ള കൃത്രിമ പോളിമറുകൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇവ കൃത്രിമ റബ്ബർ എന്ന് അറിയപ്പെടുന്നു. നിയോപ്രീൻ, തയോകോർ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ എന്നൊന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. നാരുകളിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകൾ. മനുഷ്യജീവിതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ വസ്തുക്കളാണവ. പ്ലാസ്റ്റിക്കുകൾ കൃത്രിമ പോളിമറുകളാണ്. ഗാർഹിക ഉപകരണങ്ങൾ മുതൽ കൃത്രിമ ഹൃദയ വാൽവുകൾ വരെ നിർമ്മിക്കാൻ വിവിധ ഇനം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചു വരുന്നു. പ്ലാസ്റ്റിക്കുകളെ പോലെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുള്ള പദാർത്ഥങ്ങൾ വേറെയില്ല. വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാസ്റ്റിക്കുകൾ ഇന്ന് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഗുണങ്ങളിലുള്ള വൈജാത്യമാണ് ഇവയെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് പ്ലാസ്റ്റിക്കുകൾ കൃത്രിമ പോളിമറുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യം, അവയോട് ചേർത്ത് തന്നെ നമുക്ക് നൈലോണും റയോണും കൂടി ഒന്ന് പഠിക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ഏതാണ്? നൈലോൺ ആണ്. ന്യൂയോർക്ക്, ലണ്ടൻ എന്നീ നഗരങ്ങളുടെ പേരിൽ നിന്നാണ് നൈലോണിന് ആ പേര് ലഭിച്ചത്. ഈ നഗരങ്ങളിലാണ് നൈലോൺ ആദ്യമായി വിറ്റഴിക്കപ്പെട്ടത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? റയോൺ ആണ്. റയോൺ. പ്രകൃതിദത്ത സിൽക്കിന് സമാന സ്വഭാവമുള്ള റയോൺ പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്നു. ഇനി ഇവയോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു കാര്യം കൂടി നോക്കാം. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും. തെർമോപ്ലാസ്റ്റിക് പേര്
പോളിത്തീൻ, അതുപോലെ പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC, അവയുടെ ഉപയോഗങ്ങളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം. തെർമോ പ്ലാസ്റ്റിക്കുകൾ 2 തരം. ഒന്ന് പോളിത്തീൻ, 2 പോളിവിനൈൽ ക്ലോറൈഡ്. പോളിത്തീൻ നോക്കാം. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് പോളിത്തീൻ ഉപയോഗിക്കുന്നു. വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന്. ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന്, ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന തെർമോ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും ആണ്. രണ്ടും പോളി എന്ന വേർഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കാം. തെർമോ പ്ലാസ്റ്റിക് ആണ്. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് നോക്കാം. ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനും ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബേക്കലൈറ്റും മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. നോക്കാം. ബേക്കലൈറ്റ് പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ. പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ ആണ്. ബേക്കലൈറ്റ് ഉപയോഗിക്കുന്നത് പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ തെർമോ പ്ലാസ്റ്റിക് നമ്മൾ കണ്ടു, തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് കണ്ടു, നൈലോണും റയോണും കണ്ടു. ഓക്കെ, അടുത്ത ചോദ്യം. ഈ സെറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ബെക്വറൽ ആണ്. ഹെൻറി ബെക്വറൽ. നോക്കൂ, റേഡിയോ ആക്റ്റീവത അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസമാണ് എന്ത്? റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവത. 1896 ഹെൻറി ബെക്വറലാണ് ഇത് കണ്ടെത്തിയത്. ഏത് വർഷമാണ്? 1896 ഹെൻറി ബെക്വറൽ ഇത് കണ്ടെത്തിയത്. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി പുറത്തു വരുന്നത്. ഏതൊക്കെയാണ്? ആൽഫ കിരണങ്ങൾ, ബീറ്റ കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. റേഡിയോ ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണുള്ളത്? പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ. അപ്പം ഇതും ഒന്ന് ഓർത്തിരിക്കുക. 1896 ഹെൻറി ബെക്വറലാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ. ആൻസേഴ്സും എക്സ്പ്ലനേഷനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്ത ഘട്ട പരീക്ഷയ്ക്കായിട്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.